മക്കളെ, ഒന്നുമില്ല കേട്ടോ. രാഗിനി, ഇന്നാടി ഈ വെള്ളം കുഞ്ഞിന് കൊടുക്ക്. ഇന്നാ മക്കളെ, ഇച്ചിരി വെള്ളം കുടിക്ക്. കിങ്ങിണി മോളെ, എന്തോ പറ്റിയടി നിനക്ക്? എന്തോ പറ്റി? അറിയത്തില്ല ചേച്ചി, എനിക്ക് അങ്ങനെ ഇരുന്നപ്പോ ഛർദിക്കാൻ തോന്നുന്നു. വയ്യാതാവുന്നു എനിക്ക് തോന്നുക. കുഴപ്പമില്ല കേട്ടോ, വേഗം മാറും. നമ്മൾ ഇത്ര യാത്ര ചെയ്തില്ലേ, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നേ. ചേച്ചി, ഛർദിനുള്ള മരുന്ന് കുട്ടിയൊക്കെ കൊടുത്തില്ലായിരുന്നോ? ഇല്ല സീതേ, ഇതിപ്പോ ആദ്യമായിട്ടാ ഇങ്ങനെ ഉണ്ടാവുന്നത്. ഇതിനു മുന്നേ ഒരുപാട് യാത്രയൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അപ്പോഴൊന്നും ഇങ്ങനെ ഛർദിച്ചിട്ടില്ലായിരുന്നു. ഇതിപ്പോ എന്തോ പറ്റിയോ എന്തോ. എടി, അതിപ്പോ നമ്മൾ ഇത്ര യാത്ര ചെയ്തില്ലേ, അപ്പൊ പ്രഷർ വേരിയേഷൻ ഒക്കെ വന്നിട്ടായിരിക്കും, അല്ലാണ്ട് എങ്ങനെ സംഭവിക്കാനാ? എന്താലോ, ഇത് പ്രഷറോ ഷുഗറോ ഒന്നും അല്ലടി പിള്ളേരെ, പിള്ളേരുടെ വയറ് കാഞ്ഞിട്ടായിരിക്കും. നിങ്ങൾ അങ്ങക്ക് വല്ല വാങ്ങിച്ചു കൊടുക്ക്, വല്ല പീടികയിലും കയറി എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കുന്നു. കൂട്ടത്തിൽ ഉമ്മുമ്മയ്ക്കും കൂടെ വാങ്ങിച്ചതാ, എന്റെയും വയറ് കാലിയാണേ. അതിപ്പോ ഉമ്മ കടയിൽ കയറി എന്തെങ്കിലും കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരിസരത്തൊന്നും ഒരു കട പോലും ഇല്ല. ഇനിയും കുറെ ദൂരം പോയി കഴിഞ്ഞാലേ നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ. അയ്യോ, ഇപ്പൊ ഇനി എന്ത് ചെയ്യും? പിള്ളേരൊക്കെ അതുവരെ വിശന്നിരിക്കണ്ടേ? എരി പിള്ളേരെ, അതിനാണോ ഇപ്പൊ പാട്? നിങ്ങളല്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വഴിയിരുന്ന് കഴിക്കുന്ന രസമാണെന്നും പറഞ്ഞ് ഈ അടുപ്പും സാധനങ്ങളും ഒക്കെ പൊക്കി കയറ്റിയത്. അതൊക്കെ ഇങ്ങോട്ട് പൊക്കി ഇറക്ക്, നമുക്ക് ഈ റോഡിലൊക്കെ ഇരുന്നെങ്കിൽ ഇന്നാന്നേ. അയ്യോ ഉമ്മ, അതിനൊക്കെ ഒരുപാട് സമയം എടുക്കത്തില്ലേ? അതുവരെ പിള്ളേരൊക്കെ വിശന്നിരിക്കേണ്ടി വരില്ലേ? അയ്യോ, എന്നാ സമയം എടുക്കാന്നാ നിങ്ങൾ ഈ പറയുന്നത്? നമ്മളിപ്പോ ഈ വണ്ടി ഇവിടുന്ന് തള്ളി വല്ല പീടികയിലും ചെല്ലുമ്പോഴത്തേക്കും സമയം ഉണ്ടാവുമെന്നും പറഞ്ഞ ഇതാകുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ആഹാരം ഉണ്ടാക്കി കഴിക്കാൻ പിള്ളേർക്കൊക്കെ ഒരു രസമാവുമല്ലോ. നമുക്ക് ഇവിടെ തന്നെ കഴിക്കാനേ. ആ, അത് ഉമ്മ പറഞ്ഞ ഒരു നല്ല കാര്യം തന്നെയാ. പക്ഷെ നമുക്ക് ഇവിടെ നിർത്തി ഉണ്ടാക്കാൻ പറ്റത്തില്ല, കുറച്ചും കൂടെ അങ്ങോട്ട് പോയി നോക്കാം. അപ്പൊ നല്ലൊരു സ്ഥലം കാണുവാണെങ്കിൽ അവിടെ വണ്ടി നിർത്താം. ആ, എന്നാ പിന്നെ സമയം കളയാതെ എല്ലാരും വണ്ടിയിലോട്ട് കയറ്. A few moments later. മക്കളെ, നിങ്ങളിങ്ങ് വരി. ഇത്ര സമയം നിങ്ങളല്ലേ ചെയ്തത്, ബാക്കി ഉമ്മ ചെയ്തോളാനി. നിങ്ങൾ ഇങ്ങ് വന്ന് ഇവിടെ കുത്തിരി. ഓ ഉമ്മ, അതൊന്നും സാരമില്ലെന്നേ, ഇതിപ്പോ കഴിയും. ഇത് ഞങ്ങൾക്ക് ചെയ്യാവുന്ന പണിയേ ഉള്ളൂ. ഉമ്മ അവിടെ ഇരുന്നോ. ചേടാ, കഴിക്കാൻ വേണ്ടിട്ട് ഇല എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ ആളുകളെ കാണുന്നില്ലല്ലോ. ഓ, അതിപ്പോ അവര് പിള്ളേരെ കൊണ്ടല്ലേ പോയത്. അവരെവിടെങ്കിലും ഒക്കെ കളിച്ചിരിച്ച് നിപ്പുണ്ടായിരിക്കുന്നേ, അതായിരിക്കും താമസിക്കുന്നേ. നോക്കിക്കാ മണിക്കുട്ടൻ ചേട്ടാ, താരാമയും മക്കളും. ഞാൻ കണ്ടടാ, ഞാനും അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഷോ, ആ താരാമയുടെ ഒരു കുഞ്ഞിനെ നമുക്കെടുത്താലോ? നമുക്ക് വീട്ടിൽ കൊണ്ടേ വളർത്താം. ആ, നമുക്ക് വളർത്താം. നമുക്ക് നമ്മുടെ കുറിഞ്ഞിപ്പൂച്ചയുടെ കൂടെ തന്നെ ഇവരെ വളർത്താം. അപ്പഴേ, താറാമയുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ താറാമ എന്ത് ചെയ്യും? താറാമയ്ക്ക് വിഷമാവില്ലേ അപ്പോ? അതിനിപ്പോ നമ്മൾ താരാമയുടെ എല്ലാ കുഞ്ഞുങ്ങളെ എടുക്കുന്നില്ലല്ലോ. രണ്ടെണ്ണം അതിനകത്തുനിന്ന് ഒരെണ്ണല്ലേ നമ്മൾ എടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിലേ അപ്പച്ചിയുടെ 2 മക്കളല്ലേ നീയും കാർത്തു. അപ്പൊ നിങ്ങളിൽ ഒരാളെ ആരെങ്കിലും എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ അപ്പച്ചിക്ക് വിഷമാവോ ഇല്ലയോ? അതിനാദ്യം ആൻസർ പറ. അത് അങ്ങനെയൊക്കെ ചോദിച്ചാ, ഞങ്ങൾ ആരെങ്കിലും എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് വിഷമാകും. അതുപോലെ തന്നെയല്ലേ താറാമയ്ക്കും. താറാമയുടെ 2 മക്കളെ ആരെങ്കിലും എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ താറാമയ്ക്ക് വിഷമാവില്ലേ? അതുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളെ എടുക്കണ്ടാട്ടോ. സോറി മണിക്കുട്ടൻ ചേട്ടാ, ഞാൻ അത്രയൊന്നും ചിന്തിച്ചില്ലായിരുന്നു. മണിക്കുട്ടൻ ചേട്ടാ, ഒന്ന് വേഗം വന്നേ. ആ ഉസ്മാൻ ആണെങ്കിലേ ഫ്രൂട്ട് കളിക്കാൻ വേണ്ടിട്ട് ഏതോ ഒരു മരത്തിന്റെ മുകളിൽ വലിഞ്ഞു കയറിയതാ. ഇപ്പൊ അവന് താഴോട്ട് ഇറങ്ങാൻ വയ്യ, അവൻ ആ മരത്തിന്റെ മുകളിൽ ഇരുന്ന് കരച്ചില്ല. അപ്പൊ കാത്തു ചേച്ചി എവിടെ? കാത്തു ചേച്ചി അവനെ അവിടെ നിന്ന് ഇറക്കാൻ വേണ്ടി പഠിച്ച പടി 18 നോക്കി, പക്ഷെ ഞങ്ങളെ കൊണ്ട് അവനെ താഴെ ഇറക്കാൻ പറ്റുന്നില്ല. എങ്കിൽ വേഗം എല്ലാരും അച്ഛനും മാമനും ഇല എടുത്തോണ്ട് വരുന്നതിന് മുന്നേ നമുക്ക് അവനെ അവിടെ ഇറക്കണം. ഇല്ലെങ്കിൽ എല്ലാത്തിനും പുറം വഴി അടി കിട്ടുമെന്ന്. കാത്തോച്ചി, എന്നെ പുള്ളിനൊരു പേടിച്ചിട്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ വയ്യ. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്ക്. എടാ ഉസ്മാനെ, നീ ഒന്ന് അടങ്ങിയിരിക്കവിടെ, ഇല്ലെങ്കിൽ നീ തൊള്ളയും കുത്തി താഴെ കിടക്കും. ചേട്ടാ, ആ മരത്തിന്റെ കൊമ്പിലാ കയറിയിരിക്കുന്നേ. എടാ ഉസ്മാനെ, നീ എപ്പോഴാടാ ഏറി കയറിയത്? പൊടി പോത്തും കണ്ണി. വെറുതെ അല്ലടാ നീ ഉറുമ്പം കടിച്ചിട്ട് ആ മരത്തിന്റെ മുകളിൽ തന്നെ ഇരിക്കുന്നത്. നീ നോക്കിക്കോടാ, നിനക്ക് ഇന്ന് നല്ല പെരുക്ക് തന്നെ കിട്ടും. മണിക്കുട്ടൻ ചേട്ടാ, നോക്കി നിൽക്കാതെ എന്നെ വന്നൊന്ന് രക്ഷപ്പെടുത്തി ചേട്ടാ. നീ സമാധാനമായിട്ട് നിൽക്കടാ, ഞാൻ ദാ വരുന്നു. എടാ, നീ എങ്ങനെയാ കയറിയെന്ന് വെച്ചാൽ അതേപോലെ ഇറങ്ങാൻ നോക്കടാ. ഞാനിപ്പോ നിന്നെ എങ്ങനെ താഴെ ഇറക്കാനോ? ഞമ്മക്ക് അങ്ങനെയൊക്കെ ഇറങ്ങാൻ അറിയാമെങ്കിൽ ഞാൻ നിങ്ങളെയൊക്കെ വിളിക്കുമായിരുന്നോ? ഇതെന്തൊരു പാടാണെന്ന് നോക്കണേ. നിനക്കറിയത്തില്ലെങ്കിലേ നീ വെള്ളത്തിലോട്ട് ചാടടാ. ദാണ്ട, ഇവളെ ഇവിടുന്ന് മാറ്റിക്കോ, ഇല്ലെങ്കിൽ നമ്മളെ ഇവളെ ഈ വെള്ളത്തിൽ പിടിച്ച് മുക്കും. തുമ്പി, ഒന്നും മിണ്ടാതിരിക്കടി. അവൻ ആ മോളിൽ ഇരിക്കുവല്ലേ, നിങ്ങൾ തമ്മിലുള്ള കച്ചറ ഇതുവരെ മാറിയില്ലേ? ഇവനോടോ കച്ചറ കൂടാൻ പോയിട്ട് ഇവനോട് മിണ്ടാൻ പോലും എനിക്ക് ഇഷ്ടമല്ല. അന്നേരവാ നീ എന്തെങ്കിലും ചെയ്യടാ. ഉസ്മാനെ, നീ ഒരു കാര്യം ചെയ്യേ. നീയേ പെതുക്കെ അവിടുന്ന് നിരങ്ങി ഈ മരത്തിന്റെ അറ്റത്തോട്ട് വാ. അപ്പൊ ഞങ്ങൾ നിന്നെ പെതുക്കെ പിടിച്ചിറക്കാം. ഞാൻ നോക്കിയിട്ട് ഇനി അതേ ഉള്ളൊരു മാർഗം. ആ, നീ നിരങ്ങടാ, നിരങ്ങി ഇറങ്ങ്. നിനക്കുള്ള പണി ഞാൻ ഇപ്പൊ തരാടാ ഓസുമാനെ. ഉഷുമാൻ ചേട്ടാ, ചേട്ടൻ എന്തായാലും മോളിൽ കയറിയതല്ലേ. നീ നോക്കിക്കേ, ചേട്ടൻ്റെ അടുത്ത് കിടക്കുന്ന പ്ലം കണ്ടോ? അതിനൊരു 2-3 പറിച്ച് പോക്കറ്റ് കിട്ടിയേക്കോ. എന്തായാലും അവിടെ വരെ ഒന്ന് കയറിയതല്ലേ, അപ്പൊ പിന്നെ അതും കൂടെ പറിച്ചുകൊണ്ട് വാ ചേട്ടാ. ആ, അതവൻ പറഞ്ഞ ശരിയാ. എന്തായാലും നീ കേറി, അപ്പൊ പിന്നെ എന്തെങ്കിലും കൂടെ ഞങ്ങൾക്കും കൂടെ കിട്ടടാ.
എടാ എരണങ്ങോട്ട് ചെറുക്കാ, നിന്നെ എവിടെ കൊണ്ടുപോയാലും നീ നമുക്ക് തലവേദനയാണല്ലോടാ. നിന്റെ ബാപ്പ ആ ബഷീർ അവന് നിന്നെ പോലെ തന്നെ ആയിരുന്നു. നമുക്കൊരു സമാധാനവും തന്നിട്ടില്ല. എടാ ഇറങ്ങടാ ഇങ്ങോട്ട്, എടാ താഴേക്ക് ഇറങ്ങടാ. മോളെ തുമ്പിമോളെ, നിങ്ങൾ പോയിട്ടേ ഒരു വടിയും എടുത്തോണ്ട് വരി. ഇവനെ എങ്ങനെ ഇറക്കണമെന്ന് ഉമ്മയ്ക്ക് അറിയാം. നല്ല ചുട്ടോടി ചന്തിക്ക് കിട്ടുമ്പോ ഇവനല്ല ഇവന്റെ വാപ്പ താഴെ ഇറങ്ങും. ഇതാ ഇപ്പൊ എടുത്തോണ്ട് വരാം ഉമ്മ. അയ്യോ ഇതെന്തു പറ്റി? ഉസ്മാൻ എങ്ങനെ മോളിൽ കയറി? എന്റെ മക്കളെ, നിങ്ങളുടെ കൂടെ അല്ലേ ഈ പിള്ളേർ ഇലവറിക്കാൻ വന്നത്? എന്നിട്ട് ഇവരെ തനിച്ചാക്കിയിട്ട് നിങ്ങൾ എവിടെ പോയി? എന്റെ ഉമ്മ ഒന്നും പറയണ്ട. ഇല പറിക്കാൻ വന്ന സമയത്ത് ഞാനൊരു കുഴിയിലോട്ട് ചാടി. അങ്ങനെ എന്റെ ദേഹത്ത് മുഴുവനും ചെളിയായി. അത് കഴുകിക്കളയാൻ ഞങ്ങൾ പോയതാ. അത് കഴിഞ്ഞു വന്നപ്പോ ഇച്ചിരി താമസിച്ചു പോയി. അതിന്റെ ഇടയ്ക്ക് ഇവൻ ഇത് എങ്ങനെ ഇതിന്റെ മോളിൽ കയറി? ഇത്രയൊക്കെ ഇവന്മാർ ഇവിടെ ഒപ്പിച്ചല്ലോ. ഇതല്ല ഇതിന്റെ അപ്പുറം ഒപ്പിക്കുന്ന വാനരന്മാരെ അവന്മാര്. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ എങ്ങനെങ്കിലും ഈ ഉസ്മാനെ ഒന്ന് താഴെ ഇറക്കന്റെ മക്കളെ. മക്കളെ നിങ്ങൾ ഇങ്ങോട്ട് മാറി നിന്നേ. ഉസ്മാനെ മോനെ നീ ഇവിടെ നോക്കിക്കേടാ. പെതുക്കെ ഇങ്ങനെ താഴോട്ട് നിരങ്ങിയിറങ്ങി ഞങ്ങൾ രണ്ടുപേരും നിന്നെ പിടിച്ചോളാം. എന്റെ അല്ലോ, ഇപ്പഴാ സമാധാനമായത്. A few moments later. എന്തായാലും ഇത് നല്ല പരിപാടിയായിപ്പോയി. ഇല എടുക്കാൻ പോയവരെയും കാണുന്നില്ല, അവരെ നോക്കിപ്പോയി ഉമ്മായേയും കാണുന്നില്ല. അമിനിയമ്മല്ലേ പോയത്. നല്ല ആളാ. പോകുന്ന വഴിക്ക് ഏതെങ്കിലും പരിചയമില്ലാത്ത ഒരാളെ കണ്ടാൽ പോലും ഉമ്മ വെറുതെ വിടില്ല. അവരുമായിട്ട് കത്തി അടിച്ച് അവിടെ നിൽക്കും. അങ്ങനെ വല്ല നിപ്പുണ്ടായിരിക്കും. ഉമ്മ ഇങ്ങനെ കത്തി അടിക്കുന്നുണ്ടാണോ എന്തോ. എല്ലാവർക്കും ഉമ്മ എന്ത് ഇഷ്ടമല്ലേ. ഉമ്മ വഴക്ക് പറഞ്ഞാൽ പോലും ആർക്കും ഒരു കുഴപ്പമില്ല. ആ അതെ അതെ, അത് നീ പറഞ്ഞത് ശരിയാ. നമ്മൾ ഇങ്ങനെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് എത്താൻ ഒരുപാട് താമസിക്കത്തില്ലേ. ഷോ എന്ത് ചെയ്യാനാ. ആ എത്തിയോ എല്ലാരും? ഇത് എവിടെ പോയി കിടക്കുവായിരുന്നു ഇത്ര നേരം? ഓ എന്റെ ദൈവമേ, അതൊക്കെ ഒരു വലിയ കഥയാ. അത് പറയാൻ തുടങ്ങിയാലേ ഇപ്പോഴെങ്ങും തീരത്തില്ല. അതൊക്കെ പോട്ടെ, ആഹാരം ശരിയായോ? ആഹാരമൊക്കെ ശരിയായി. കഴിക്കാനുള്ള ഇല ശരിയായോ? ഇലയൊക്കെ എപ്പോഴേ റെഡി. വാ, വിശന്നിട്ട് വയ്യ, വല്ലതും കഴിക്കാം. ഈ കപ്പയ്ക്ക് എന്ത് നല്ല ടേസ്റ്റാ. ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ടേസ്റ്റ്. ഞാനും അത് തന്നെ പറയാൻ വന്നതാ. നല്ല ടേസ്റ്റ് ഉണ്ട് കപ്പയ്ക്ക്. അത് മക്കളെ, നമ്മളെ വിശന്നിട്ട് കഴിക്കുന്നതുകൊണ്ടാ നമുക്ക് ടേസ്റ്റ് കൂടുതലെന്ന് തോന്നുന്നത്. തന്നെയല്ല നമ്മളിപ്പോ വെളിയിൽ വെച്ചല്ലേ കഴിക്കുന്നത്. നമ്മൾ എന്നും ഇങ്ങനെ അല്ലല്ലോ കഴിക്കുന്നത്. അപ്പൊ ഇന്നിങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് നല്ല ത്രില്ലല്ലേ. അപ്പൊ അതുകൊണ്ടൊക്കെ നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നുക. അപ്പൊ നമ്മുടെ ബുദ്ധി എങ്ങനെ ഉണ്ട്? പിന്നെ ഉമ്മുമ്മയുടെ ബുദ്ധിയെ വിമാനമല്ല, റോക്കറ്റാ റോക്കറ്റ്. ഇതൊന്ന് പോടാ എടുക്ക, ചുമ്മാ നമ്മളെ കളിയാക്കാതെ. എല്ലാവരുടെയും വയറ് നിറഞ്ഞായിരുന്നോ? നിറഞ്ഞു. ഉണ്ണിക്കുട്ടാ, നിന്റെ ഉണ്ണിക്കുമ്പ നിറഞ്ഞോടാ? എന്റെ കുമ്പ നിറഞ്ഞു പൊട്ടാറായി. എടാ അങ്ങനെ അങ്ങ് പൊട്ടിക്കല്ലേടാ, അത് ഇനി ആവശ്യമുള്ളതാ. അല്ല, നമ്മളിനിപ്പോ എങ്ങോട്ടാ പോകുന്നത്? നേരെ അങ്ങ് റിസോർട്ടിലേക്കാണോ? റിസോർട്ടിലോട്ടൊന്നും അല്ല. അവിടെ നീ രാത്രി ചെന്നാ മതിയല്ലോ. അതുവരെ നമുക്ക് സമയമുണ്ട്. നമുക്ക് എവിടെ വേണേലും ചുറ്റിക്കറങ്ങാം. എന്നാ പിന്നെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ടെന്റ് അടിച്ച് താമസിച്ചാലോ? അയ്യോ അത് പറ്റത്തില്ല മക്കളെ. നമ്മളെ താമസിക്കുന്ന സ്ഥലത്ത് ഇന്ന് രാത്രിക്ക് മുന്നേ എന്തായാലും എത്തിയേ പറ്റത്തുള്ളൂ. ടെന്റ് ഒക്കെ അടിച്ച് നമുക്ക് വേറെ ദിവസം താമസിക്കാം കേട്ടോ. എടി തുമ്പി, നീ ആളെ കൊള്ളാലോടി. നിനക്കിതെങ്ങനെ അറിയാവുന്നടി ഈ ടെന്റ് ഒക്കെ അടിച്ച് താമസിക്കുന്ന കാര്യം? ആ അതമ്മ കണ്ടിട്ടില്ലേ, യൂട്യൂബിലും ടിവിയിലും ഒക്കെ ഉണ്ട് ഈ ടെന്റ് ഒക്കെ അടിച്ച് താമസിക്കുന്നത്. എന്നിട്ട് രാത്രി ആകുമ്പോ ക്യാമ്പ് ഫയറും ഉണ്ട്. ഓ എനിക്ക് ഭയങ്കര ഇഷ്ടം അമ്മേ അത്. പിള്ളേർക്ക് എനിക്ക് തോന്നുന്നേ. എന്റെ ഉമ്മ, ഉമ്മയുടെ ഒരു കാര്യം, ഇതൊക്കെ ഒരു ഫണ്ണല്ലേ എന്റെ ഉമ്മ. ബന്നാണ റെഡ് ആണോന്നൊന്നും ഞമ്മക്കറിയത്തില്ല എന്റെ പൊന്നുമോളെ. ഇതൊക്കെ ഒരിടത്തും കേട്ട് കേൾവിയില്ലാത്ത കാര്യങ്ങളാണ് എന്റെ പൊന്നേ. ആ അതൊക്കെ പോട്ടെ. ഇനിയിപ്പോ മക്കൾക്ക് എങ്ങോട്ടാ പോണ്ടേ? പാർക്ക് വേണോ, ബീച്ച് വേണോ, തിയേറ്ററിൽ പോണോ? എവിടേക്കാ പോണ്ടേ എല്ലാവർക്കും? പാർക്കും വേണം, ബീച്ചും വേണം, തിയേറ്ററും വേണം, എല്ലാം വേണം. അയ്യോ അത് പറ്റത്തില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്തേ പോകാൻ പറ്റത്തുള്ളൂ. എല്ലാരും കൂടെ തീരുമാനിച്ചിട്ട് പറഞ്ഞ എങ്ങോട്ടാ പോണ്ടേന്ന്. എങ്കിൽ എനിക്ക് ബീച്ചിൽ പോയാൽ മതി. എനിക്കും ബീച്ചിൽ പോകുന്നതന്നെ ഇഷ്ടം. ഷോ പക്ഷെ എനിക്ക് പാർക്ക് മതിയായിരുന്നു. ചേച്ചി, പാർക്കിലൊക്കെ നമ്മൾ എപ്പോഴും പോണേല്ലേ, അതുകൊണ്ട് ബീച്ച് പറ ചേച്ചി. നമ്മളങ്ങനെ എപ്പോഴും ബീച്ചിലൊന്നും പോകാറില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ബീച്ചിൽ തന്നെ പോവാം. ആ എങ്കിൽ എനിക്കും ബീച്ചിൽ പോയാൽ മതി. ആ അപ്പൊ എന്റെ മക്കളൊക്കെ തീരുമാനിച്ച സ്ഥിതിക്ക് വണ്ടി ബീച്ചിലോട്ട് പോകട്ടെ. ഇത് ഉമ്മയ്ക്ക് എങ്ങനെ അറിയാം? ഇത് പിള്ളേരുടെ ഭാഷയാണല്ലോ. ആഹാ, ഇത് പിള്ളേർക്ക് മാത്രം പറഞ്ഞാൽ മതിയാ? ഞാൻ നമ്മുടെ പിള്ളേരുടെ കൂടെ ടൂർ വന്നപ്പോ ഞാനും അങ്ങ് പറഞ്ഞു ജോളി ജോളി. കൊള്ളാം എന്തായാലും. അപ്പൊ നോക്കി നിൽക്കാതെ എല്ലാരും കേറിനടി പിള്ളേരെ. വണ്ടി പോട്ടെ, നമ്മുടെ വണ്ടി ബീച്ചിലോട്ട് വിടട്ടെ.